1998 ഡിസംബറിലെ മഞ്ഞുള്ളൊരു രാത്രിയിലാണ് അത് സംഭവിച്ചത്. ഡിസംബറിലല്ല കേട്ടോ, മെയ് മാസത്തിലാണ് സംഭവിച്ചത്. ഒരു ഫോമൽ ഇൻട്രൊഡക്ഷനും കൂടെ ഇല്ലാണ്ട് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഞങ്ങൾ കുഞ്ചും കൂട്ടാനും കൂടെ ഒരു കുട്ടി ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതും ഊട്ടിയിലോട്ട്. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് പോയി വരാനുള്ള ഉദ്ദേശമാണ്. ആദ്യം ഡാൻസും പാട്ടൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് ധംഷ ഡാൻസിലോട്ട് കടന്നു. ഇതാണ് നമ്മുടെ കുക്കു. ഇവളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല എൻ്റർടൈനർ. പിന്നീട് ഞങ്ങളെല്ലാവരും കളിയും ചിരിയും ധംഷരാജും ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ബേബി. അവളുടെ ആക്ഷൻസ് എങ്ങനെയുണ്ട്? അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ബോറടിച്ചപ്പോൾ ഞങ്ങൾ ഫോട്ടോസിലോട്ടൊക്കെ കടന്നു. നല്ല രസമായിരുന്നു കേട്ടോ, ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിൽ നിന്ന് ബാക്ക് ക്യാം വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ. ഇതാണ് ഞങ്ങളുടെ കപ്പിൾസ്. അങ്ങനെ നല്ലൊരു പോയിന്റ് എത്തിയപ്പോൾ ഒരുപാട് പേര് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കേട്ടോ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. അങ്ങനെ ആ ഒരു പോയിന്റിൽ നിന്നുള്ള വീഡിയോസാണ് ഇത്. കുഞ്ചത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഞങ്ങൾ കൂടെ തന്നെയുണ്ട്, കാരണം കസിൻസ് എല്ലാവരും കൂടെ പോകുന്ന ആദ്യത്തെ ട്രിപ്പാണ്. നല്ലൊരു വ്യൂ പോയിന്റ് എത്തിയപ്പോൾ ഒരു നല്ല ഫാമിലി ഫോട്ടോ എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ എല്ലാവരും അവിടെ ഇറങ്ങി കേട്ടോ. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല, ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് വളരെ അധികം ഉണ്ടായിരുന്നു. അവളുടെ സേഫ്റ്റി ഞങ്ങൾ നോക്കുന്നതുകൊണ്ടാണ് ആദ്യം അവളിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും തണുത്ത് വരച്ചിട്ടാണ് നിൽക്കുന്നത്. സംഭവം ഊട്ടി എത്തിയിട്ടും കൂടിയില്ല. പോകുന്ന വഴിക്ക് ആനക്കൂട്ടനെയൊക്കെ കണ്ട് നല്ല രസത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് റിഫ്രഷ്മെൻറ്റ് ഇറങ്ങിയപ്പോൾ അവൾ ഡാൻസ് കളിയും തുടങ്ങി. പക്ഷെ അത് പാളിപ്പോയി. പിന്നീട് ഞങ്ങൾ ട്രാവലറിലൊക്കെ കയറി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റ് കണ്ടതും കുഞ്ചു നല്ല ചാടി ഓടി നടക്കുകയാണ്. അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് അവിടെ ഓടിച്ചാടി നടക്കാനുള്ളൊരു മൂഡായിരുന്നു. അങ്ങനെ അവൾ പാളിപ്പോയ ഡാൻസ് രണ്ടാമതും അവിടുന്ന് കളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാനും പറഞ്ഞു ഓക്കേന്ന്. പക്ഷെ അത് പിന്നെയും പാളിപ്പോയി. താളത്തിനൊരു പാട്ട് പോലും കയ്യിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ എന്താണ്ടൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും അവൾ ഒപ്പിച്ച് വെച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല ഫാമിലി ഫോട്ടോ, എല്ലാവരും കൂടെയുള്ള ഫാമിലി ഫോട്ടോ എടുത്തു. ആദ്യമൊരു സ്പെഷ്യൽ ഒരു വീഡിയോ ഞാൻ എടുത്തു കൊടുത്തു. അവനത് ഇഷ്ടമായിട്ടൊന്നുമില്ല, എങ്കിലും ഞാനതിവിടെ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. തണുപ്പ് സഹിക്കാണ്ടായപ്പോൾ ചായ കുടിക്കാന്നുള്ള തീരുമാനമായി. ആ തണുപ്പത്ത് ആ ചൂട് ചായ കിട്ടിയപ്പോൾ ഭയങ്കര സുഖമായിരുന്നു. പിന്നീട് ഞങ്ങൾ ട്രാവലറിനകത്ത് കയറി ഞങ്ങൾ ഊട്ടിയിലെത്തി. ഇപ്പോൾ ഈ കാണുന്നത് ട്രാവലർ പണി തന്നതല്ല കേട്ടോ. ഊട്ടി ടൂറിസം ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ തിരക്കും അതുപോലെ പൊല്യൂഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവരുടേതായ സർക്യൂട്ട് ബസ്സസ് മാത്രമേ ഇപ്പോൾ അലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ സർക്യൂട്ട് ബസ്സസാണ് അവർ അറേഞ്ച് ചെയ്ത് തരുന്നത്. അപ്പോൾ അഡൽട്ട്സിന് 100 രൂപയും ചിൽഡ്രൻസിന് 50 രൂപയാണ്. ഈ ഒരു ടിക്കറ്റ് വെച്ച് നമുക്ക് വൈകുന്നേരം വരെ പോകാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ബസ്സിനകത്തൊക്കെ കയറി സെറ്റിൽഡായി. ഞങ്ങളെ വണ്ടി കൊണ്ടുപോകാത്തതിന് ഞങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ നമ്പർ 1 ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് എത്തിയ ഉടനെ തന്നെ ഒരു ഡ്രൈനേജ് ആട്ടോ കണ്ടത്. ഭയങ്കര സ്മെല്ലായിരുന്നു. പക്ഷെ ഓവറോൾ അവിടെ ഭയങ്കര നീറ്റും ക്ലീനുമാണ്. അതിൻ്റെ സ്മെല്ല് മാത്രമായിരുന്നു കേട്ടോ ഡിസ്കസ്റ്റിംഗ് എന്ന് പറയാനുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ നോക്കിയെടുത്ത് 127ാമത്തെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ അവിടെ പോയിരുന്നത്. ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ആൾക്കാരെ തപ്പി നടക്കുകയാണ്. വരുന്നു 3 പേര്. ആ കൊക്കറി കാണിക്കുന്നതാണ് ഞങ്ങളുടെ ജിതുവേട്ടൻ. അങ്ങനെ ഞങ്ങൾ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാട്ടോ വന്നത്. അതിൻ്റെ എൻട്രൻസൊക്കെ പൂക്കളും കൊണ്ട് അവർ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓരോ എന്താ പറയുക, എടുത്തെടുത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ. കുഞ്ചു ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കുഞ്ചിന് എന്തൊക്കെ കാട്ടി കൂട്ടണ്ടെന്ന് പോലും അറിയണില്ല. കാരണം അവൾക്ക് ആ പൂക്കളൊക്കെ കണ്ടിട്ട് പറിക്കുമെന്ന് പേടി എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല, അത്രയും തിരക്കും കാര്യങ്ങളായിരുന്നു. നമുക്ക് വേസ്റ്റ് ചെയ്യാൻ അധികം സമയമൊന്നും ഇല്ല കേട്ടോ, കാരണം നമ്മൾ നമ്മുടെ വണ്ടിയിലല്ല. അതുകൊണ്ട് പെട്ടെന്ന് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഫ്ലവർ ഷോയുടെ മെയിൻ അട്രാക്ഷനിലോട്ട് ഞങ്ങൾ എത്തി. അത്രയും അടിപൊളിയായിട്ടോ അവരതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ കുഞ്ചൂട്ടി, അവൾക്കതിന്ന് പൂ വേണമെന്നായിരുന്നു കേട്ടോ അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറേ പാടുപെട്ടു. അവൾ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടാവണം അവൾ ആഗ്രഹിച്ചതുപോലെ അവൾക്ക് പൂ കിട്ടിയിട്ടോ. അങ്ങനെ പിന്നീട് അവളെ പാളിപ്പോയ ഡാൻസ് പിന്നെയും കളിക്കാൻ ഉദ്ദേശിച്ചു. ഞങ്ങൾ ആരും അവളുടെ ആഗ്രഹങ്ങൾക്ക് എതിരല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾക്ക് പബ്ലിക്കലി ഡാൻസ് കളിക്കാൻ ഫിയർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ അതും പാളിപ്പോയിട്ടോ. പിന്നീട് അവൾ വേറൊരാളെയും കൂടെ കൂട്ടുപിടിച്ചു. അവർ രണ്ടാളും കൂടെ തകർത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇനി നിങ്ങൾ ഡാൻസ് കളിച്ചിരുന്നാൽ നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടുകാർ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഇപ്പം നമ്മൾ ഊട്ടിയിലെ തന്നെ 3ാമത്തെ ഡെസ്റ്റിനേഷനിലോട്ടോ പോകണം. ബസ്സിൽ കയറിയിട്ടുള്ള 2ാമത്തെ ഡെസ്റ്റിനേഷൻ അത് ബെഞ്ച്മാർക്ക് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോക്ലേറ്റ് പ്ലസ് ടീ ഫാക്ടറിയിലോട്ടാട്ടോ പോയത്. ഇതിനകത്ത് കാണാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കുറേ മെഷീൻസ് കണ്ടു. 30 രൂപയ്ക്ക് നമുക്ക് ചോക്ലേറ്റും വാങ്ങി കഴിക്കാമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ടീ ഫാക്ടറി കയറിയപ്പോഴുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ നമുക്ക് 3 ടീ ടേസ്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെ 5 വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്തു. കുഞ്ചിന് അത് ഭയങ്കര ഇഷ്ടമായി എന്നാട്ടോ കുഞ്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബ്ലോക്കിൽ വിട്ടു, ഫുഡ് കഴിച്ചു, അതൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ബോട്ട് ഹൗസിലാട്ടോ ഞങ്ങൾ നിൽക്കുന്നത്.
അച്ഛനും അച്ഛമ്മയും തണുപ്പ് സഹിക്കാൻ വേണ്ടി ഹുഡിയൊക്കെ ഇട്ടിട്ടാട്ടോ ഇരിക്കുന്നത്. അച്ഛമ്മ എന്തോ ആലോചിക്കുന്നുണ്ട്, ഏത് സമയത്താണോ ഇവരിവിടെ വന്നതെന്നായിരിക്കും ആലോചിക്കുന്നത്. ഞങ്ങളെ ജിതുവേട്ടനൊരു ചെറിയ പണി കൊടുത്തതാട്ടോ. ഇത് ഞങ്ങളുടെ ക്യൂട്ട് ബേബി, ഇത് ഞങ്ങളുടെ കുക്കു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ബോട്ട് ഹൗസിലുള്ള തിരക്ക് കണ്ടത് കേട്ടോ. ഒരു ബോട്ട് കയറാൻ ഇത്രയും ക്യൂ വേണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവദൂതനെ പോലെ ഒരു ചേട്ടൻ വന്നു. അങ്ങനെ ഞങ്ങൾ 15 പേർക്കും കൂടെ ആൾ തന്നെ ഒരു ബോട്ടും സെറ്റാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ക്യൂ ഒന്നും നിൽക്കാതെ എസ്കേപ്പ് ആയി ഞങ്ങൾ ബോട്ടിലൊക്കെ കയറിയിരുന്നു കേട്ടോ. ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇടുന്ന തിരക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ചുനുള്ള പാകത്തിനല്ല കേട്ടോ കിട്ടിയത്. പിന്നീട് ആ ചേട്ടൻ തന്നെ ഒരെണ്ണം എടുത്തു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ബോട്ടിനകത്ത് കയറിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ ബോട്ട് നീങ്ങാൻ തുടങ്ങി കേട്ടോ. ആ ചേട്ടൻ ഭയങ്കര ഫണ്ണിയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ബോട്ടൊക്കെ ഇട്ട് ഇളക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മായിമാർക്കൊക്കെ നല്ല പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ ബോട്ട് നീങ്ങുമ്പോഴുള്ള കാഴ്ചകൾ കാണാൻ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. ബോട്ടിലുള്ളവരുടെ അവസ്ഥ കാണണ്ടേ, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. എന്നാൽ കുറച്ച് പേടിയുണ്ടായിരുന്നു. അങ്ങനെ ബോട്ട് അത്യാവശ്യം സ്പീഡിൽ പൊയ്ക്കൊണ്ടിരുന്നു. എല്ലാവരും ക്യാമറയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ലൊരു സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. ഇനി ബോട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു യാത്ര എന്ന് പറയുന്നത്. രണ്ട് പുറം നിറച്ച് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സൈഡിൽ ഇവരുടെ തന്നെ ടോയ് ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ബോട്ടിൽ നിന്ന് ഓരോരുത്തരെ ഇവർ ഒപ്പിയെടുക്കാൻ തുടങ്ങി. ചിലവർ നല്ല നെർവസ് ആയിട്ടായിരിക്കുന്നത്, ചിലവർ ഭയങ്കര എൻജോയ് ചെയ്തോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ഹീറോയിനെ കണ്ടേ, കുഞ്ചു ആണെങ്കിൽ അപ്പുവിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒട്ടിയിരിക്കാട്ടോ. എങ്ങാനും വീണാലോ എന്ന് പേടിച്ചിട്ടാവണം. അങ്ങനെ അവളൊരു നല്ല ഫോട്ടോ ഒക്കെ കിട്ടിട്ടോ. ഇനി ഒരു വ്യൂ കാണിച്ചു തരാം. എന്ത് രസമായിരുന്നെന്നറിയോ, അത് ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ബിജിഡൻ എന്ന് പറയുന്ന സീരീസൊക്കെ ആട്ടോ ഓർമ്മ വന്നത്. അത്ര അടിപൊളിയായിരുന്നു. പിന്നീട് ഞങ്ങളൊരു അഡ്വഞ്ചർ സ്പോട്ടിലോട്ട് പോയി. കുറച്ച് പേര് മാത്രമായിട്ടോ ഇതിനകത്ത് കയറാൻ വന്നത്. അതാണെങ്കിലോ ഭയങ്കര ഫണ്ണിയായിരുന്നു. ആദ്യം ചിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ തുടങ്ങിയതെങ്കിലും പിന്നീട് അവസാനം അത് നല്ലൊരു കരച്ചിലായിരുന്നു. ഇതിനവർ കൊളംബസ് എന്നാട്ടോ വിളിച്ചിരുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഗംഭീര കരച്ചിലായിരുന്നു കേട്ടോ. ആ കരച്ചിലിൻ്റെ ശബ്ദം ഞാൻ ഇവിടെ ഇട്ട് തരാം, കേട്ടോളൂ. അങ്ങനെ ഫൈനലി ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കാട്ടോ. ഞങ്ങളതേ ഫൈനൽ ബസ്സിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ട്രാവലറുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാവലറിന് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയായിട്ട് ഈ കാണുന്നത്. പിന്നെയുള്ളതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, അത്രയും ടയേർഡായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുട്ടി ട്രിപ്പ് ഇതോടുകൂടെ അവസാനിക്കുക കേട്ടോ. ഫാമിലി എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ട്രിപ്പ് ഞങ്ങൾ ഒരുപാട് നടത്ത സ്വപ്നമായിരുന്നു. ഇപ്പോഴും ഫാമിലി പൂർണ്ണമല്ല കേട്ടോ. കുട്ടിയേട്ടൻ അങ്ങ് ഖത്തറിലും ജിത്തേട്ടൻ അങ്ങ് ദുബായിലിരിക്കുമ്പോൾ എങ്ങനെ ഫാമിലി പൂർണ്ണമാവുക? യൂട്യൂബിൻ്റെ എല്ലാ കൺവെൻഷൻസും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഫോമൽ ഇൻട്രൊഡക്ഷനും കൂടി ഇല്ലാണ്ട് കേട്ടോ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആരാണ്, എന്താണ്, എല്ലാ വിശേഷങ്ങളും ഉടനെ വരുന്നതാണ്. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അത്രയും മെമ്മറീസ് എന്നത് വേണ്ടേ അപ്ലോഡ് ചെയ്യാൻ. താങ്ക് യു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.